പിന്നെ കേരള സ്റ്റോറി എന്നുള്ളൊരു പേര് ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിന് വന്നത്. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളുണ്ട്. കാരണം കേരളത്തിലാണ് IS റിക്രൂട്ട്മെൻറ്റ് നടന്നത്. നമുക്കറിയാമല്ലോ നിമിഷ ഫാത്തിമയുടെയും മെറിൻ ജേക്കബിൻ്റെയും അതുകൂടാതെ സോണിയ സെബാസ്റ്റ്യൻ്റെയൊക്കെ കഥകൾ നമുക്കറിയാം. അഖില വിഷയം നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെല്ലാം നടന്നത് കേരളത്തിലാണ്. അതുകൂടാതെ STPI പോലെയുള്ള സംഘടനകൾ, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിത ഭീകര സംഘടന, അവരെന്തൊക്കെയാണ് ചെയ്തത്, ഇവിടെ സത്യസരണിയിൽ എന്തൊക്കെയായിരുന്നു നടന്നിരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇത്തരം മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കൺവേർഷൻസിനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പ്രണയം നടിച്ചുള്ള മതമാറ്റ ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിന് പേര് ഏത് രീതിയിൽ വിളിക്കണം എന്നുള്ളൊക്കെ ഒരു ചോദ്യമാണ്. അതൊരു ഡിബേറ്റബിൾ വിഷയമാണ്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എപ്പിസെൻറ്റർ എന്നുള്ള രീതിയിൽ പലപ്പോഴും കേരളത്തിൽ ഇങ്ങനെ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. IS റിക്രൂട്ട്മെൻറ്റ് ഉൾപ്പെടെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. NIA ഒരുപാട് കേസുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവർ ആ ഒരു അർത്ഥത്തിൽ ആ ഒരു പേരിട്ടതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ നടന്നതാണ്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നാഷണൽ ഹെഡ്ലൈൻസിലൊക്കെ വന്ന വാർത്തകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു സിനിമ എടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു പേര് വന്നത് യാദൃശ്ചികമായിരിക്കില്ല. അപ്പോൾ അതിനെ ആ അർത്ഥത്തിൽ കാണുക എന്നല്ലാതെ ഇത്തരം വർഗീയ സംഘടനകളെയും ഇത്തരം മതമൗലികവാദ തീവ്രവാദ പശ്ചാത്തലമുള്ള സംഘടനകളെയും എല്ലാവരും ഒത്തൊരുമിച്ച് എതിർക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പം കോസ് എന്താണോ ഈ ഒരു വിഷയത്തിൻ്റെ പ്രശ്നം, അത് മനസ്സിലാക്കാതെ പെരിഫറലായിട്ട് കാര്യങ്ങളെ സമീപിച്ചിട്ട് കാര്യമില്ല. വൈകാരികമായി കാര്യങ്ങളെ സമീപിച്ചിട്ടും കാര്യമില്ല. ഇപ്പം UDF ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയും STPI ഒക്കെ കൂട്ടുപിടിച്ച് നടക്കാനുള്ള ശ്രമങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന തീവ്രവാദ വർഗീയവാദ എലമെൻസിനെ എതിർക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പ്രബുദ്ധ മലയാളികൾ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതെ നമ്മളിങ്ങനെ ഇതിനെയൊക്കെ ടോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞ് ഇത് കേരളത്തെ അപമാനിക്കുന്ന രീതിയിലാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല.